ഒരു 15-20 മിനിറ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മളിതാ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കത് കഴുകി കളയാം. ഇനിയിപ്പം കളഞ്ഞിട്ടില്ലെങ്കിലും പെട്ടെന്നൊന്നും അറിയാനൊന്നും പറ്റില്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ മുടിയിൽ നിന്ന് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഉണ്ട് അലോവേര എടുക്കാം. അപ്പം അലോവേര നമ്മുടെ വീട്ടിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ചെടിയാണ്. നടുന്ന വീഡിയോ ഒക്കെ ആണെങ്കിലും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല വണ്ണുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ. അപ്പോൾ ഇതുപോലെ നല്ല വണ്ണത്തിൽ ഉണ്ടാവാനും അതുപോലെ തൈകൾ ഉണ്ടാവാനൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞക്കറ കണ്ടോ, ഈ ഒരു മഞ്ഞക്കറ ചിലർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ തലയിലൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ചെറുതായി കുരുക്കൾ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ ജസ്റ്റ് ഇതൊന്ന് തുടച്ച് കളയുക. ഒന്നെങ്കിൽ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് കളയുക, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക, തുണി ഉപയോഗിച്ചൊക്കെ തുടച്ച് കളഞ്ഞാലും മതി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതുപോലൊന്ന് എടുക്കുന്നുണ്ട്. എനിക്ക് ഈ മഞ്ഞക്കറ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം സെൻറ്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ജെല്ല് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ അലോവേരയ്ക്ക് എന്തിനാണ് ഈ നട്ടുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫേസിൽ നല്ല ഗ്ലോ കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നൈറ്റിൽ ചെയ്ത് കിടന്നാൽ മതി കേട്ടോ. നമുക്ക് യാതൊരു പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് മുഖത്തിങ്ങനെ തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോഴേക്കും അത് ശരിക്കും വലിഞ്ഞ് നിൽക്കും കേട്ടോ. പിന്നെ നമുക്കത് കൈ കളയേണ്ട ആവശ്യമൊന്നുമില്ല. കിടന്ന് പിറ്റേ ദിവസം രാവിലെ മുഖം കഴുകുമ്പോൾ കളഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ മുടിയിലാണെങ്കിൽ ജസ്റ്റ് തേച്ച് കൊടുക്കുന്നതും ഞാൻ വീഡിയോ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ സെൻറ്റർ ഒന്ന് കീറി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് നമ്മുടെ കരിഞ്ചീരകം ഭയങ്കര നല്ലതാണ് കേട്ടോ. കുറച്ച് വാങ്ങിച്ച് എണ്ണ കാച്ചി വെക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ ഇപ്പം ഏതൊരു ഇപ്പം താളിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഒരു നുള്ള് കരിഞ്ചീരകം ഇട്ട് ചെയ്യുകയാണെങ്കിൽ അത് മുടിക്ക് നല്ലൊരു റിസൾട്ടാണ്. പെട്ടെന്ന് മുടി കിളിർത്ത് വരും ചെയ്യും, കറുപ്പ് കളർ കിട്ടും ചെയ്യും കേട്ടോ. അപ്പം അത് എനിക്കുള്ളൊരു റിസൾട്ടാണ്. ഞാൻ കരിഞ്ചീരകം എണ്ണ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് മുടിക്ക് കട്ടി കിട്ടാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളെ മാറി കിട്ടാനൊക്കെ നമ്മുടെ കരിഞ്ചീരകം ഉലുവയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നമ്മുടെ ഈ ഒരു അലോവേര നമ്മളിങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് തലേ ദിവസം ഇങ്ങനെ ഇത് റെഡിയാക്കി വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ജെല്ലിൽ നമ്മുടെ അലോവേരേൻ്റെ ഉള്ളിൽ നിന്നിട്ട് നന്നായിട്ട്, പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. വെള്ളമോ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ഇതിൽ തന്നെ കേട്ടോ ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഈ ഒരു വാലറ്റാണ്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ജെല്ലൊക്കെ കുറവാണ് കണ്ടോ. ഇത് നമുക്കൊന്ന് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എടുത്തപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് കുതിർന്നിങ്ങനെ ആ ഒരു കരിഞ്ചീരകമൊക്കെ കുറച്ചും കൂടി കട്ടി തോന്നിക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ ആ ഒരു നനവിൽ ഇങ്ങനെ നിന്നിട്ട് ഇനി ഇത് നമുക്കിതാ ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് കണ്ടോ ആ ഒരു ജെല്ലി ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ടോ കത്തി ഉപയോഗിച്ചൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് അലോവേര നമ്മൾ അരച്ചെടുക്കുന്ന സമയത്തൊന്നും എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതേപോലെ ഉലുവയാണെങ്കിലും ഇങ്ങനെ കുതിർത്തെടുക്കാറുണ്ട് കേട്ടോ. തലേ ദിവസം ഇങ്ങനെ ഉലുവ മാത്രം ഈ ഒരു അലോവേരേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വെക്കും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് വരും. അപ്പോൾ 2-3 അലോവേരേൻ്റെ ഇതിൽ ഇലയിൽ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ എന്നിട്ട് ഞാനത് അരച്ചിട്ട് ഒരു ഏകദേശം ഒരു 4-5 ദിവസമൊക്കെ ഉപയോഗിക്കാനുള്ള ഇതുപോലെ ഉണ്ടാക്കി വെക്കും കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതിലേക്ക് കരിഞ്ചീരകം ചേർക്കുമ്പോൾ അതൊരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ്. കരിഞ്ചീരകം അത്രയും നല്ലതാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കറിയാം അത്രയ്ക്കും നമ്മുടെ മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ, ഇപ്പോൾ പ്രായമാവാതെ അകാലനരയൊക്കെ നന്നായിട്ട് കുറയാൻ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം സഹായിക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിത് ഒന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് കുതിർന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത. നല്ലത് അല്ലാതെ നമ്മളിപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ആ വെള്ളം കൂടി കൂട്ടി നമ്മൾ അരച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിലും കുറച്ചും കൂടി നല്ലതാണ് അലോവേര ആണെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോവുക. അലോവേരയ്ക്ക് അത്രയും നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. മുടി പൊട്ടിപ്പോവുക, അമിതമായിട്ടുള്ള താരനൊക്കെ കുറയാനാണെങ്കിലും അലോവേര നല്ലതാണ്. ഇപ്പോൾ എനിക്ക് ഒരു സമയത്ത് താരൻ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറയാൻ അലോവേരയും തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. താരൻ നന്നായിട്ട് കുറയും. ഇനിയിപ്പോൾ തൈര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങേൻ്റെ നീരുണ്ടല്ലോ
അതൊരു 3-4 തുള്ളി ചേർത്ത് കൊടുത്തിട്ടാണെങ്കിലും ഉപയോഗിക്കുക. ഇത് സ്ഥിരമായിട്ട് ചെയ്യരുത്. തൈര്, നമ്മുടെ നാരങ്ങേൻ്റെ നീരൊന്നും എന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഒരു താരം കുറയുന്ന വരെ കറക്റ്റായിട്ട് ഒരു 4-5 ദിവസം ചെയ്യുക. ആ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു താരം നന്നായിട്ട് കുറയും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അലോവേര മാത്രമാണെങ്കിലും തേച്ച് കൊടുക്കുക. ഇതുപോലെ ഉലുവ ഒക്കെ നമ്മൾ ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുടി കിളിർത്ത് വരാനും നല്ലതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും സഹായിക്കും. അപ്പോൾ അതിലേക്ക് നമ്മുടെ മുട്ടേൻ്റെ വെള്ളം മാത്രം, ചിലർക്ക് മഞ്ഞ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് മഞ്ഞയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ മുട്ടേൻ്റെ വെള്ളം ചേർത്തു എന്ന് വിചാരിച്ച് ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ചിലർക്ക് മുട്ടേൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അത്ര താല്പര്യം ഉണ്ടാവില്ല, കാരണം ബാഡ് സ്മെല്ല് അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ മുട്ടേൻ്റെ വെള്ളം മുടിയിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. മുടിക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ. ഒരു നല്ലൊരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് കളറൊക്കെ തോന്നിക്കും. അതുപോലെ തന്നെ പ്രത്യേക ഒരു മുടി ഇങ്ങനെ ഒരു തിളങ്ങി നിൽക്കും, അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. ഒരു പ്രത്യേകത ആയിരിക്കും, ഓരോ മുടിക്കും ഒരു പ്രത്യേകത ആയിരിക്കും. നമ്മൾ ഈ ഒരു മുട്ടേൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവണക്കെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. ആവണക്കെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടി തോന്നിക്കും, മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രത്യേക ഒരു കട്ടിയാണ് കേട്ടോ. അപ്പോൾ ആവണക്കെണ്ണ താല്പര്യമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓയിൽ ചേർത്തെടുത്ത് കൊടുത്താലും മതി. അപ്പം അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചില മുടിയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി നിൽക്കും കേട്ടോ, നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്ന. അപ്പോൾ ആ ഡ്രൈ ആവാതിരിക്കാനും അതുപോലെ തന്നെ ഇച്ചിരി ഓയിൽ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ആവണക്കെണ്ണൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു കട്ടിയായിരിക്കും മുടിക്ക്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത്, അത് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിങ്ങനെ ഒലിച്ച് വരിക അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ തലയൊട്ടിയിൽ മാത്രം നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ കണ്ടോ, ഓരോ ഭാഗം ഇങ്ങനെ വയച്ചിലെടുത്തിട്ട് നന്നായിട്ട് തേച്ച് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മുടി വാരി പിടിച്ച് ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളയാട്ടോ. ഒരിക്കലും ഷാമ്പു ഉപയോഗിക്കരുത്, സാധാ പച്ചവെള്ളത്തിൽ മാത്രം കഴുകി കളയാട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. ഇനി ഞാനിതാ ഇതേപോലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്ത് മുടിയൊന്ന് വാരി പിടിച്ച് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം. എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്.